ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നുള്ളത് പെരിന്തൽമണ്ണയിലാണ്. അതെ, നമ്മളുണ്ടല്ലോ കല്യാണം കൂടാൻ പോവാണ്. ഒരു കല്യാണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ, പക്ഷേ ചെക്ക് നമ്മളെ കല്യാണം വിളിച്ചിട്ടുണ്ട്, പെണ്ണ് നമ്മളെ കല്യാണം വിളിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാളും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, വിളിച്ച ചെക്കിന്റെയും വിളിക്കുന്ന പെണ്ണിന്റെയും കല്യാണം. കൊറേ നേരം നോക്കണു. അതെ അതെ, നമ്മൾ കല്യാണം കൂടാൻ പോവാണ്. പക്ഷെ നമ്മൾ പോവും. അപ്പൊ നമ്മൾ ഇന്ന് ഫുള്ള് കാണാൻ പോകുന്നത് ആ കല്യാണത്തിന്റെ വിശേഷങ്ങളാണ്. അത് എന്താന്ന് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ കാണുന്ന അത്യാവശ്യം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാം കാത്തിരുന്നത് എന്താന്നുള്ളത്. ഒരു വർഷമായി. പക്ഷെ അപ്പൊ നമ്മള് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ രണ്ട് സൈഡിൽ നിന്ന് അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പൊ ഇനി നമ്മള് ചിലപ്പോ ഒന്നിച്ച് ട്രിപ്പൊക്കെ പോകും. ആ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അതെ, അപ്പൊ വീണ്ടും ഒരിക്കലും കൂടെ പുതിയ വീഡിയോയിലേക്ക് ഒരു അടിപൊളി സ്വാഗതമല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതന്നെ. അപ്പൊ വീഡിയോയിലേക്ക് പോവാ. എന്താ കഴിഞ്ഞില്ലേ, കൊറേ നേരം ആയല്ലോ. ഇന്നലെ ഇങ്ങോട്ട് തുടങ്ങിയ മേക്കപ്പ് ആണ്. നമ്മളിവിടെ ഇന്നലെ ആട്ടോ വന്നേ. പക്ഷെ ഇന്നത്തെ കല്യാണത്തിൽ ഇന്നലെ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഞാൻ ചെയ്തൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. അടിപൊളി റൂമാട്ടോ, അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ്. നമ്മൾ ആക്ച്വലി ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അത് വേറെ കല്യാണം നമ്മൾ വീഡിയോ എടുത്തില്ല, അത് ഭയങ്കര ജഗപ്പുക കല്യാണമായിരുന്നു. അത് നമ്മള് വന്ന് ലേറ്റ് ആയി കുറച്ച് അങ്ങനെ പരിപാടികളൊക്കെ നല്ല റൂമാണ്. ഇത് പെരിന്തൽമണ്ണ ടൗണിൽ തന്നെ ഡെൽറ്റ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത്യാവശ്യം നല്ല ഇതും നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല സംഭവമൊക്കെയാണ്. നല്ല വ്യൂ ആണ്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നിങ്ങൾ ഓൾറെഡി ഒരു സ്ലോ മോഷനൊക്കെ കണ്ടിട്ടുണ്ടാവണ്ട. നല്ല പാടവും മലയും അടിപൊളി. ചെറിയൊരു തോടും താഴേക്ക് ഉണ്ട്. പോവല്ലേ? ഫുഡ് എങ്ങനെയുണ്ട് കുഞ്ചു? വളരെ മോശം. എനിക്ക് ഇത്രയും ടേസ്റ്റ് ഇല്ലാതെ ഒരു സ്ഥലത്തും തോന്നിയിട്ടില്ല. ഭയങ്കര എക്സ്പെക്ടേഷൻ വന്നാൽ ഫുഡ് അങ്ങാടിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നതാണ്. പക്ഷേ ഇന്നലെ ഒരു സാധനം കഴിച്ചത് കാണിച്ചു തരാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ പേരെന്താ, ഓംകാറിൻ്റെ റെസ്റ്റോറൻറ്റിലാണുള്ളത്. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. മസാല ദോശയും പിന്നെന്താ വടയും കോഫിയും വാങ്ങിച്ചു. അതല്ല, ഒരൈറ്റം ഒരെണ്ണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ഉപ്പാണോ, ഉപ്പുണ്ടാവും, സാമ്പാറിലൊന്നും ഭക്ഷണം പോലില്ല, ഒന്നും കാണുന്നില്ല. എല്ലാത്തിനും മധുരം. സാമ്പാറിന് മധുരം. ഒരു ഇതുണ്ടായിരുന്നു, ഈ തക്കാളി ഉള്ളിയും കൂടെ ഉള്ളൊരു ചട്നി, റെഡ് കളർ മാത്രം റെഡാണ്, ഇവിടുത്തെ രീതിയില്ല. പിന്നെന്താ മൊത്തത്തിൽ തുടങ്ങി. മാത്രമല്ല മസാലയിലേ കുറേ ഉരുളക്കിഴങ്ങുണ്ട്, പക്ഷേ ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വിശക്കണോണ്ട് മാത്രം കഴിച്ചതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് ചെക്കൻ്റെ വീട്ടിലെത്തിക്കണു. കുഞ്ചു കൊണ്ട് കൂട്ടാതെ ഇതാണ് ഇപ്പോൾ ചെക്കൻ്റെ വീടും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവന്മാർ കുറച്ച് നേരമായിട്ട് പോസ്റ്റാണ്. ഇപ്പോൾ 11:30 വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 11:45. അപ്പോൾ അവന്മാരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിങ്ങനെ വണ്ടിയുടെ മേളിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ ചെക്കൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു തോന്നുന്നു, എന്താവോ അറിയില്ല. അപ്പോൾ അവിടെ എന്തോ ഫുഡും പരിപാടികളൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് പോയി അതൊക്കെ ഒന്ന് എടുക്കാം. എന്തിൻ്റെ ഫുഡാണെന്ന് അറിയില്ല. നമ്മൾ ഫുഡ് കഴിച്ച മീൻസ് എന്തിനുള്ള ഫുഡാണെന്ന്. അപ്പോൾ അതേപോലെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ, എന്തായിരുന്നു. ഒരു മസാല ദോശയ്ക്ക് 90 റുപ്പീസ്. 50 രൂപയ്ക്കുള്ള മസാല ദോശ പോലും സത്യമായിട്ടും. ശരവണ പോലെ മസാല ദോശയൊക്കെ ഉണ്ടല്ലോ, കാലിൽ വീണ് വഴങ്ങണം അല്ലേ. കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ ഒരുമാതിരി ഒട്ടും കൊള്ളില്ല ഫുഡ്. ഒരു 1% പോലും കൊള്ളില്ല. ഉപ്പും എല്ലാം അവിടെ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യാനുസരണം ഒന്നും കൊള്ളില്ലായിരുന്നു. വാലേക്ക് വെച്ചപ്പോൾ തന്നെ എന്താ പറയാ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം അതല്ലാത്തോണ്ട് നമ്മൾ വെറുതെ വിട്ടു. പക്ഷെ എന്നാലും ഇന്നലെ കഴിച്ച നല്ല ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ വൈന്ന് പോയി. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം, അവന്മാര് വരട്ടെ. നമ്മുടെ കല്യാണ ചെക്കനോട്ട് ബിസി ആയിട്ട് നടക്കുന്നു കേട്ടോ, കാണാനൊന്നും കിട്ടില്ല, നേരെ പോയി. അപ്പോഴത്തേക്ക് നമ്മള് ഈ കല്യാണത്തിന്റെ വണ്ടികളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കൻ ആദ്യം പോയിന്ന് വന്നിട്ടുണ്ടല്ലേ, കാണാനില്ലല്ലോ. ചെറിയൊരു ഓഫ് റോഡ് പോലെ ഉണ്ട്. റബ്ബർ തോട്ടത്തിന് നടുക്കാണ് വീട്.
നമ്മൾ ആദ്യം ഇതിൽ ഏതെങ്കിലും ഒരു കാറിൽ കയറാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ചിലപ്പോൾ തിരിച്ചു വരും നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബൈക്കിൽ തന്നെയാണ് പോണേ. അപ്പോൾ ഇതേ നമ്മൾ ബ്ലോക്കിലാണ്. കൊച്ചിയിൽ പറഞ്ഞ പോലത്തൊന്നുമല്ല, നമ്മുടെ റബ്ബർ തോട്ടത്തിന് നടുക്കാണ് ബ്ലോക്ക്. നിരനിരയായ വണ്ടികൾ കിടക്കുന്നു, നമ്മളതിലൊരു നിരയിൽ കിടക്കുന്നു അല്ലേ. കുറേ കാറും നമ്മളൊരു ബൈക്കും. നമ്മുടെ ചെക്കനെ വിട്ടിട്ട് പോകണം ശരിയല്ലല്ലോ. അതെ, എടുക്കുമ്പോൾ അതായത് ഇപ്പോൾ വണ്ടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ വണ്ടി. ചെക്കനെ കാണാൻ പറ്റുമോ നമ്മുടെ പോവാണോ? പോയി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ള വഴി. കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഉള്ള വഴി കല്യാണത്തിൻ്റെ അങ്ങ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. രണ്ട് അയ്യോ, എന്താ വഴിയൊന്നും അറിയില്ല. എൻ്റെ പുറകിൽ കുറേ വണ്ടികളുണ്ട്. എല്ലാ വണ്ടി ഇങ്ങനെ വഴി അന്വേഷിച്ച് നടക്കാണ്. സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ. സ്ഥലമൊക്കെ അടിപൊളിയാണെന്ന് നമ്മൾ നേരത്തെ ഉണ്ടല്ലോ ഇവിടെ ഇതിന് മുമ്പ് ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ വഴിക്കാൻ പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു മലയൊക്കെ കയറാൻ പോയതിൻ്റെ സെയിം സ്ഥലത്തേക്കൊക്കെ തന്നെയാണ് പോണത്. പക്ഷേ ഏത് വഴിക്കാണ് പോകേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ വളരെ കുഞ്ഞു വഴിയാണ്, അതുകൊണ്ട് തന്നെ രണ്ട് വണ്ടിയൊക്കെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടി കടന്നു പോകാൻ പറ്റുള്ളൂ. അടിപൊളി ഓന് പെണ്ണിന് വീട്ടിലുള്ള വഴി അറിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക്. കോമഡി സീൻ അറിയില്ലെന്നാ ഇവിടെ വരെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടെ. ഈ വഴിയാണ് ഒറിജിനൽ വഴി. എന്ത് നേരത്തെ താമസിച്ചിട്ട് പല സമയത്താണെന്നോ? പല സമയം പറയുന്നുണ്ട്. ഉണ്ടാകാം. ഇന്നത്തെ എണീക്കായിരുന്നത് ഒന്ന് ഏറ്റവും അവസാനം ഇന്നലെ രാത്രിയെ വന്ന് ക്ലാസ് എടുത്ത് പോരെ. ഇന്നലെ രാത്രി 3 മണിക്കുള്ള ബീഫ് എങ്ങനെ ഉണ്ടായി? അയ്യോ നമ്മള് പിള്ളേരെ ഇവരൊക്കെ ബേബിസിറ്റ് ചെയ്യണ്ടോ? വിചാരിച്ച പോലെ അല്ലായിരുന്നു. സാധാരണ ചേട്ടന്മാരല്ല അനിയന്മാരെ നോക്കണത്. ഇപ്പൊ അനിയന്മാര് ചേട്ടന്മാരെ നോക്കേണ്ടത്. എന്റെ അളിയാണ് ഇത് റെക്കോർഡിങ് എനക്ക് ഈ വീട്ടുകാരാണ് വഴി അറിയില്ലേ? മലവഴിയാണ് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് കുറച്ച് ഭാഗമുള്ളൂ. അപ്പോൾ അതിൽ കൂടി കാറ് വരാൻ അളിയാക്കാക്ക് ചൊറുക്കായിട്ടില്ലെന്ന് പറയുന്നത്. ചിപ്പാണോ? നീ ചൊറുക്കായിട്ടില്ലെന്ന് പറഞ്ഞോ? ഇല്ല ചെറുക്കായിട്ടില്ല. ഇല്ലല്ലോ. ഞാൻ ചോറുന്ന് തരാണ്. ഇത് കസിനാട്ടോ മൂത്തമ്മൻ്റെ. ഇല്ല കാണൂല, ഗൾഫിലാണ്. നീ കല്യാണം വിളിച്ചിട്ടില്ല ഞങ്ങളെ? നീ കല്യാണം വിളിച്ചിട്ടില്ലല്ലോ? എന്താന്ന് കല്യാണം വിളിച്ചിട്ടില്ലല്ലോ? ഞാൻ വിളിച്ചിട്ട് അങ്ങനെ അവിടെയുണ്ട്. ഇതൊക്കെ എന്ത് ദുരന്തന്മാരുണ്ടോ? ഞങ്ങൾ എത്ര വണ്ടിയിൽ നിന്ന് മറ്റേ കൈ കൊണ്ട് കാണിച്ചു എവിടെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി കാണിക്കണേ. ഞങ്ങളെ വണ്ടിയിൽ കാണിക്കുന്നുണ്ട്. തൊട്ട് വേക്കണോ ഞങ്ങള് ആശാനൊക്കെ 3 മണിക്കുള്ള ബീഫ് എങ്ങനെ ഉണ്ടായി? ഫോട്ടോ അല്ലത് ഇത് കണ്ട വീഡിയോ. അങ്ങനെ എന്ത് കോലുണ്ടത്? മറ്റേ സോൾട്ട് പേരുണ്ടല്ലോ. ജോസ് പ്രകാശ് പോയി. അത് വയ്ക്കിമാലെ കൈ തുമ്പ് കഴുകി കിടന്നു.
ഇവളോട്ടെ ഞങ്ങളെ കല്യാണം വിളിക്കാത്ത ഇവള് കല്യാണം എവിടെ തെളിവ് ഞങ്ങൾ ഇന്നലെ രണ്ട് എടുത്തു നോക്കി. ഓൺ ചെയ്തു. പച്ചക്കണ്ട് പച്ച കളർ ഐഷാഡൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നോക്കി വെച്ചോ വരം പിടിച്ചു. ഇനി അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഫുഡിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര തിരക്കായിരുന്നു. എന്തായിരുന്നു ചിക്കൻ കുഴിമന്തില്ല ബീഫ് കപ്സ് എന്ന് തോന്നുന്നു കഴിച്ചിട്ട്. പിന്നെ തക്കാളി എന്തായിരുന്നു എന്തോ ഒരു സാധനം ഉണ്ടല്ലോ അതിന്റെ പേര്. പിന്നെ അതെ പിന്നെ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി കഴിച്ചില്ലല്ലോ. ഇച്ചിരി കഴിച്ചു. ഭയങ്കര എനിക്ക് അവിടെ ഇരുന്നിട്ട് ഭയങ്കര ചൂട്. അതുകൊണ്ട് പിന്നെ ഞങ്ങള് അത് കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണിത് ചായ. ചക്കര ചായ. എന്ത് സാധനം? ചക്കര ചായ. ആ എന്നാൽ ചക്കര ചായ കുടിച്ചുകൊണ്ടിരിക്കണത്. നേരെ നല്ല പാടവും കവുങ്ങും തോട്ടവും ഉണ്ടാ ചുറ്റും. പക്ഷെ ചൂടാണല്ലേ, പക്ഷെ തണുപ്പുള്ള സ്ഥലം തോന്നണുണ്ട്. ഇനി വൈകുന്നേരം ചെക്കൻ്റെ പരിപാടി ഉണ്ട്. വിളിച്ച കല്യാണത്തിന് പോണേ. അവളെന്തായാലും വീഡിയോ കാണും. ഓള് കണ്ട് അവൾക്ക് മനസ്സിലാവണം. വിളിച്ചിട്ടില്ല. ഇങ്ങോട്ടാ പാട്ടൊക്കെ പാടി ചായ. എന്തൊരു സൗണ്ടാ ചേട്ടന്. നിന്നെയോ ഇങ്ങനെ കുറെ നേരെ ചെക്കന് വ്ളോഗെന്നും യൂട്യൂബേഴ്സും പോയിക്കൊണ്ടിരിക്കും അവിടെ. അത് ഞങ്ങളെയാണ്. അത് തന്നെ ഞാൻ പറഞ്ഞേ. ഇത് എത്രാമത്തേത്? 2. കാപ്പിയല്ലേ? കാപ്പി അല്ല അല്ല ഇങ്ങോട്ടുണ്ടാ. അയ്യോ പിന്നെയും കാപ്പി എടുത്തല്ലേ? ഗ്ലാസ് കളയാൻ പോണെന്നുള്ള ധാരണയിൽ കൂടി കിട്ടുമോ? വരുന്നുണ്ട് അങ്ങോട്ട്. അവര് വണ്ടി എടുത്ത് അപ്പുറത്തോട്ട് പോയി. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോട്ടോ. അതെടുത്തോ? ആയിക്കോട്ടെ. ഒരു ചൂണ്ട എടുത്ത് കൊടുക്കായിരുന്നല്ലേ മീൻ പിടിക്കാനായിട്ട്. എന്താ കോട്ടിട്ടുകൊണ്ട് മീൻ പിടിച്ചു കൂടാ? ജോലിച്ച് മീൻ പിടിക്കാൻ പോവാ. മീൻ പിടിക്കാൻ പോവാ. ആ ശരി. ശരിക്കും പറഞ്ഞാൽ ചുമ്മാ കമ്പഴത്തിന്റെ അവിടെ എന്തെങ്കിലും ഒരു വള്ളി കെട്ടി കൊടുത്താൽ മതി അല്ലേ? ചൂണ്ടയിട്ടൊന്നും അവർ നോക്കണമല്ലോ. ഇവിടെ നിക്ക്. അവിടെ നിൽക്കണ ഇടയ്ക്ക് അറിയില്ല. ചെറുതായിട്ട് മല്ലു ഫുഡ് ഞാൻ ലൈഫ്. ഗായ്സ്, അപ്പതേ നമ്മൾ വീണ്ടും ബ്ലോക്കിൽ പെട്ടു. ഇപ്പം നമ്മൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കാറെങ്കിലും ഉണ്ടല്ലോ ഫ്രണ്ടിൽ. എല്ലാ വണ്ടി റിവേഴ്സ്. നമ്മുടെ ബൈക്കിന് റിവേഴ്സ് ഗിയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തള്ളി അതെ തള്ളി പുറകോട്ട് പോവാ. ഈ റോഡ് വരെ വരണമെന്നുണ്ടല്ലേ.
ഓഡിറ്റോറിയത്തിക്കല്ലേ ഒരു വീട്ടിക്കാ ഏയ് പോസ് ചെയ്യ് വീഡിയോ എടുക്കണ്ടേ അല്ല ഫോട്ടോ എടുക്കണ്ടേ കിട്ടിക്കണു ആ അതിരാ സെൽഫി കിങ് തഗ്നൂർ ഇറങ്ങിക്കോ ഗൈസ് അപ്പോൾ ദേ നമ്മൾ ചെക്കൻ്റെ പരിപാടിയുടെ സ്ഥലത്തെത്തി. പക്ഷെ ഇവിടെ ഒരാൾ പോലും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സൊക്കെ താഴെയുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ടോയ്ലറ്റിൽ പോകാനും നമ്മൾ മാത്രമേ ഉള്ളൂ. അവർ വന്ന് ഇരിക്കണ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ താഴെയാണ്. ജസ്റ്റ് കപ്പിൾസിന് നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ആ ഓഡിയോ സ്റ്റേജ് ഒക്കെ ഉണ്ടല്ലേ, ഭയങ്കര സിമ്പിളാണ്. സൈഡിലൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ മറ്റേ ലൈറ്റ് ഉണ്ട്, അടിയിൽ വരുന്നൊരു ലൈറ്റ്. ആ മറ്റേ ഷോ ലൈറ്റ് അങ്ങനെ എന്തല്ലേ പറയാ. അപ്പോൾ പിന്നെ ഇത്ര സിമ്പിൾ തന്നെ, ഭയങ്കര സിമ്പിളാണ് സംഭവം. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഇനി ചെക്കൻ്റെ വിളിച്ച കല്യാണത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഉള്ളത്. അത് മാത്രമല്ല ഇനിയിപ്പോൾ ഞങ്ങൾ ചെക്കനെ വിളിച്ചു വരുത്തിയിട്ട് വേണം അല്ലേ. ചെക്കനെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, എന്താ വരാത്തെന്ന് വെച്ചിട്ട്. 5 മണിക്ക് അങ്ങോട്ടാണ് സമയം. നമ്മളടുത്ത് 4:30 എന്ന് പറഞ്ഞ് 4:30-5 എന്നുള്ളൊരു സമയം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അവർ വരുമ്പോൾ കാണാം. അല്ല ഈ പെണ്ണവിടെ അല്ല ഇനി വെയിറ്റ് പണിക്കൊന്നാണോ വേളമ്പോ? അയ്യോ ഊരാൻ പറ്റുള്ള ഞാൻ വയ്ക്കുള്ളത് വയ്ക്കൂല കേട്ടോ. വയ്ക്കുവോ? നിങ്ങൾ നീക്കോ? അരെ തൊപ്പി വെക്കി രാജാവേ, തൊപ്പി വെക്കി, തൊപ്പി വെക്കി, തൊപ്പി വെക്കിരാ. ഒരു പ്രാവശ്യം അജുവലെ എത്ര നേരമായി നോക്ക്. 5:50 സ്റ്റേ. ഇത് കറക്റ്റാണ്, കിട്ടണ്ട്. അടുത്ത മറ്റേ സാധനം ഈ എന്താ പറയാ കിലോ വെയിറ്റ്. തൊപ്പി വെക്കറാ അജുവലെ, തൊപ്പി വെക്കറാ, തൊപ്പി വെക്കാൻ പറഞ്ഞേ. ആ അതന്നെ 48. രാജാവ് വെയിറ്റർ അവൾ സെറ്റാണ്. വിശ്വ ഏത് വെയിറ്റർ ഇങ്ങനെ കോർത്ത് പിടിക്കറാ. എന്താണ് വെച്ചിട്ട് അവള് വീട്ടിൽ നിന്ന് വിളമ്പാൻ കൊണ്ടുവന്നേക്കണേ തോന്നുന്നു. എന്തോന്ന് ചളിയല്ലേ ഇത്. മതിയില്ലേ 4 കൊമ്പുണ്ടെങ്കിൽ. അയ്യോ എന്തെങ്കിലും ഫോട്ടോക്ക് പോസ് ചെയ്യാം വേണ്ടട്ടോ. അതോ അങ്ങോട്ട് വല്ലാണ്ട് തോന്നിയാണ്. അതോ ബിസി നോക്കണവരെ പറയും ഇനി അമ്മക്ക്
എടാ